ഹേ ഗായ്സ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു റോസ്റ്റ് മാംഗോ പോയി ഫുഡ് കഴിച്ച് അവിടുന്ന് നേരെ നമ്മൾ വന്നതാണ് ട്വൈലൈറ്റ് കഫേ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. പിഴാലയാണ് കേട്ടോ സ്ഥലം. അടിപൊളിയെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, നിങ്ങളത് കണ്ട് തന്നെ അത് എക്സ്പ്ലോർ ചെയ്യണം. കാരണം അത്രയും നല്ല പീസായിട്ടുള്ള സ്ഥലം. എനിക്കൊന്ന് കടമ്പ്രയാറ് പോയിട്ടുള്ളവർക്ക് അവിടുത്തെ ഒരു ഇതറിയാം, പീസായിട്ടാണ്, നല്ല രസമാണ്. ഞാൻ പോയിട്ടുണ്ട്, പക്ഷെ അതിനേക്കാൾ അടിപൊളിയാണ് കേട്ടോ ഇവിടെ. വീഡിയോ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ കാണാൻ നല്ല രസമില്ല, ഇവിടെ കായാക്കിങ്ങും എല്ലാം ഉണ്ട്. പക്ഷെ ഇപ്പോൾ വെള്ളം വറ്റിച്ചിട്ടേക്കുന്നതുകൊണ്ട് ഇല്ല എന്നാണ് പറയുന്നത്. എനിക്കാണെങ്കിൽ ചെറിയൊരു ടയേർഡ് ഉണ്ട്, അതാണ് മുഖം ഇങ്ങനെ. ഫുഡും കൂടി കഴിച്ചിട്ട് വന്നപ്പം എന്താ പറയുക. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് പിഴല എന്ന് പറഞ്ഞൊരു സ്ഥലം കേട്ടോ. പിഴലയാണ് ഗൈസ്, ഇത് കണ്ടോ, രസമുണ്ടോ? തിരിച്ചു വരുമ്പോൾ ഫോട്ടോ എടുക്കാം അല്ലേ? ഇവിടെ നിന്ന് വായേ ക്ലോസപ്പ് ചെയ്ത് വെച്ചിട്ട് ഗൈസ്, കൂടെ വരുന്നവർക്ക് വീഡിയോ ആൻഡ് ഫോട്ടോ ഇത് മാത്രം മതി. എനിക്ക് ചെറിയൊരു തലവേദന ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ടയേർഡായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് 2 ദിവസമായിട്ട് നല്ല തലവേദനയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ട്രാവൽ ചെയ്തതിൻ്റെയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു പാലം എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. കാരണം ഞാൻ എന്തോ ഇൻസ്റ്റഗ്രാം റീൽസ് കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്നത്. പക്ഷേ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അടിപൊളി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കൽ കൂടി എന്തായാലും പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. കൂളായിട്ടിരിക്കാം. ഞാനാണെങ്കിൽ ആകെ കുറച്ച് ടയേർഡായിരുന്നു. എൻ്റെ ഇന്നലെ തൊട്ടിന്ന് തലവേദന തുടങ്ങിയതാണ്, ഇതുവരെ പോയിട്ടില്ല. ഇന്നലത്തെ അത്ര ഇല്ലെങ്കിലും കുറച്ച് തലവേദനയുണ്ട് ബാക്കി. അപ്പോൾ അങ്ങനെ, അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ഇനിയും ഒരു തവണ വരണം ഇങ്ങോട്ട്, ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യാൻ. എന്താ കറക്റ്റ് ഫോക്കസ് ആവാത്തേ? ഓക്കെ ഗൈസ്, അപ്പോൾ ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വേണമെങ്കിൽ ഒക്കെ പോയിരിക്കാൻ പറ്റുന്നൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. കാരണം എന്താ പറയുക, ഇപ്പോൾ ശരിക്കും ഒരു 4 മണിയായിട്ടേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഒരു ക്ലൈമറ്റ് ഉണ്ടോ, മഴക്കാറ് പിടിച്ചിരിക്കുന്നതുകൊണ്ടായിരിക്കണം. എന്നിരുന്നാലും ഞാൻ ഈ അടുത്തൊന്നും ഇത്രയും നല്ല സ്ഥലം കണ്ടിട്ടില്ല. കടമ്പ്രയാറ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്, പേഴ്സണലി എനിക്കിഷ്ടപ്പെട്ടത് ഇതാണ്. ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം നമുക്ക് എൻജോയ് ചെയ്യാൻ കുറേ, ഇപ്പോൾ പിന്നെ കയാക്കിങ് ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, വെള്ളം വറ്റി കിടക്കുന്നതുകൊണ്ട് കയാക്കിങ് ഇല്ലായിരുന്നു. പക്ഷെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ടൊന്ന് പോയി നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ ഈ ഒരു സ്ഥലം. അപ്പോൾ ഞാൻ ഫസ്റ്റ് പേര് മറന്നിട്ടുണ്ടെന്ന്, പിഴല ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ ഫോൺ വാങ്ങി, പിന്നെ ഞാനിങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ശരിക്കും റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ. കുറേ തിരക്കുന്നും സ്ട്രെസ്സൊന്നും ഒക്കെ ഒഴിവായി നമുക്കിവിടെ വന്നിരിക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടോ. ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. ഇവിടെ കായാക്കിംഗ് ഉണ്ട്, ബോട്ടിംഗ് ഉണ്ട്, ചിൽഡ്രൻസ് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ അതോ ആഡ് ചെയ്തിട്ടുണ്ട്, പെർ പേഴ്സൺ 250 കയാക്കിങ്ങിന്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ എന്തെങ്കിലും ചായ കുടിക്കണം. അത്രയും നല്ല ക്ലൈമറ്റ്. വെയിലാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഇത്രയും നല്ല ക്ലൈമറ്റ് കിട്ടത്തില്ല എന്ന് തോന്നുന്നു. അത്രയ്ക്ക് നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിട്ടുണ്ട്. മഴ പെയ്യാനായിട്ട് ഇങ്ങനെ നിൽക്കും. എന്താ നല്ല രസമുണ്ട് ഗൈസ്. കുറച്ച് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടി പുറത്ത് പോകണം, അതായിരിക്കും ബെസ്റ്റ്. നമ്മളെപ്പോഴും ഇങ്ങനെ ഒരേ കണക്ക് ചടഞ്ഞിരുന്നാൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടാൻ നോക്കില്ല. അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്ക് നമ്മൾ സ്ഥലങ്ങൾ കാണുക, കറങ്ങി നടക്കുക, ഹാപ്പി. കുറേ ആൾക്കാരോട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ടൈം 4:15 പക്ഷെ ക്ലൈമറ്റ് ഉണ്ട് ഒരു 6 മണിയാവാൻ പോകുന്ന പോട്ടെ, ഒരു 5:30 ആവുന്നൊരു ടൈമിൽ കേൾക്കണ്ടോ? എന്തല്ലേ ഇതൊന്നും ശരിക്കും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇങ്ങനത്തെ പ്ലേസ് ഉണ്ട് എന്നൊക്കെ ഉള്ളത് ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. അപ്പോൾ നിങ്ങളും കൊച്ചിയിലുണ്ടെങ്കിൽ വരുക, ട്രൈ ചെയ്യുക, ഇവിടേക്ക് ഒന്ന് വരിക. പ്ലേസ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ലാസ്റ്റ്. അപ്പോൾ മസ്റ്റായി. ഓക്കെ, നല്ല രസമുണ്ട്.
അപ്പോൾ ഗൈസ് ഞാൻ എൻ്റെ വീഡിയോ എടുത്തിടാൻ പറയുകയാണ്. അപ്പോൾ കുറേ ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പം ഞാൻ തിരിച്ചു പറഞ്ഞ ആ വീഡിയോ കട്ട് ചെയ്യട്ടെ എന്നിട്ട് ഞാൻ പറയാമെന്നൊക്കെ പറഞ്ഞിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഗൈസ് അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ മസ്റ്റ് ട്രൈ. വരിക ഇങ്ങോട്ട്. പിഴല അതാണ് സ്ഥലം. ഇവിടെ ആ ഒരു ഷോപ്പ് കാണിച്ചെടുക്ക്, ചായക്കട തൊട്ടടുത്ത് തന്നെ. വൈബ് ആസ്വദിച്ച് എന്നെ കാണിക്ക്. വൈബ് ആസ്വദിച്ച് ചായയും സ്നാക്സ് ഐറ്റംസ് പിന്നെ ഇതെല്ലാം ഇതൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇവിടെ ആസ്വദിച്ചിരിക്കും. എല്ലാം മറന്നുള്ള സ്ട്രെസ് എല്ലാം കളഞ്ഞിട്ട്. ഗൈസ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എന്തായാലും ഒരു കട്ടൻ ചായ കുടിക്കാന്നുള്ള രീതിയിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിശക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. നല്ല ടയേർഡായി. അപ്പോൾ ഒരു കട്ടൻ ചായയും അതുപോലെ തന്നെ കപ്പ ബിരിയാണി ആൻഡ് പിന്നെ ഒരു ഫ്രഷ് ലൈം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ്. നല്ലൊരു സ്ഥലം കേട്ടോ. എനിക്കൊന്ന് കുറച്ച് ആലപ്പുഴ ഫീൽ ഉണ്ട് തോന്നല്ലേ. അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. അത്രയും നല്ല. നിങ്ങൾ കൊച്ചിയിലുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരിക. പിഴല അല്ലേ? പിഴല. ഓക്കെ, പിഴല എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പം നിങ്ങൾ വരും. ഞാൻ കാണിച്ചാൽ ഇത് ഓക്കെ കണ്ടോ. വന്നിട്ടുണ്ട്. കാരണം നല്ല ടയർഡായാൽ എനിക്കാണെങ്കിൽ കട്ടൻ ചായ ഇതൊക്കെ എനിക്ക് വേണം. പിന്നെ അപ്പോൾ ഇങ്ങനെയാണ് ഗൈസ് ഇവിടുത്തെ വിശേഷങ്ങൾ. നല്ല മഴക്കാർ പിടിച്ചിരിക്കുന്നുണ്ട്. ക്ലൈമറ്റ് കാണാൻ നല്ല രസമുണ്ട്. ഇവിടെ വരിക, ഞങ്ങൾ ഉറപ്പായിട്ടും വരിക. കാരണം ആരും ശല്യം ഒന്നുമില്ല, അധികം ആൾക്കാരില്ല. അപ്പോൾ നമ്മളുടെ കപ്പ ബിരിയാണി വന്നിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ നിന്ന് തുടങ്ങാം ഫസ്റ്റ്. ഓക്കെ, നമുക്ക് നോക്കാം. മുളക് ഗൈസ്. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവും. ലൈമ് കട്ടൻ നേരത്തെ കുടിച്ചത് വെക്കാം കേട്ടോ. ഈ വ്യൂ ഒക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരുന്ന് കഴിക്കണം. നല്ല എരിവുണ്ട്. ഫ്രഷ് ലൈം. കൈ ഈയൊരു അല്ല ഫോണിൽ കൈ പിടിക്കുന്നുണ്ട് കേട്ടോ. ഗൈസ് അപ്പോൾ കഴിച്ച ഉടനെ ഒരു ഐസ്ക്രീം വാങ്ങി കേട്ടോ. എനിക്കാണെങ്കിൽ സ്പൈസി ആയിട്ട്, ചെറിയ സ്പൈസി ആണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു ഐസ്ക്രീമോ അങ്ങനെ. ഇത് എൻ്റെ ഫസ്റ്റ് ടൈം ആട്ടോ. ഒരു സാൻഡ്വിച്ചിൻ്റെ ഉള്ളിൽ ഐസ്ക്രീം വന്നിട്ടുള്ള സംഭവം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ കുഴപ്പമില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ചോക്കോബാർ ട്രൈ ചെയ്യാണ് കേട്ടോ. അതും നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വയർക്ക് നിറങ്ങിയിട്ടാണ് തിരിച്ച് നമ്മൾ മടങ്ങിയത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവർ ലവ് യു ഓൾ. ബൈ ബൈ.